അടുത്തിടെ റിലീസായി സൂപ്പർ ഹിറ്റായി മാറിയ ചിത്രം പടക്കളത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച സന്ദീപ് പ്രദീപ് അതിനെ വെല്ലുന്ന പ്രകടനവുമായി തന്റെ പുതിയ ചിത്രമായ എക്കോയിലൂടെ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ചിത്രമായ കിഷ്കിന്ധ കാണ്ഡത്തിന്റെ ടീമിനൊപ്പമാണ് സന്ദീപ് ഈ തവണ വരാൻ പോകുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. കിഷ്കിന്ധ കാണ്ഡം എന്ന ചിത്രത്തിന്റെ വിജയത്തിന്റെ പിന്നിലെ പ്രധാന കരങ്ങൾ ചിത്രത്തിന്റെ സംവിധായകനായ ദിൻജിത്ത് അയ്യത്താനും എഴുത്തുകാരനും ഛായാഗ്രഹകനും തിരക്കഥാകൃത്തുമായ ബാഹുൽ രമേശുമാണ്. ഇപ്പോഴിതാ ഇവരുടെ കൂട്ടുകെട്ടിൽ പുതിയ മിസ്റ്ററി ത്രില്ലർ ചിത്രമായ എക്കോ വരാൻ പോകുന്നു. ഈ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ എക്കോ ഒരു മികച്ച സിനിമാനുഭവം സമ്മാനിക്കുമെന്ന് ഉറപ്പാണ്. മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എക്കോയുടെ ട്രെയിലർ റിലീസായി. നവംബർ 21-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. MRK ജയറാം ആരാധ്യ സ്റ്റുഡിയോസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം ആരാധ്യ സ്റ്റുഡിയോസിന്റെ ആദ്യ നിർമ്മാണ ചിത്രമാണ്. വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിലും ഇതിനോടകം തന്നെ പ്രേക്ഷക മനസ്സിൽ സ്ഥാനമുറപ്പിക്കാൻ സന്ദീപിന് കഴിഞ്ഞിട്ടുണ്ട്. പടക്കളം എന്ന ചിത്രത്തിലെ സന്ദീപിന്റെ പ്രകടനം തീർത്തും പ്രശംസനീയമായിരുന്നു. പടക്കളം നേടിയ വിജയം സന്ദീപിന്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. എക്കോ ഒരു ത്രില്ലർ ജോണറിലാണ് എത്തുന്നത് എന്നതും സന്ദീപ് പ്രദീപിന്റെ വ്യത്യസ്തമായ പ്രകടനങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്നു. സന്ദീപിനൊപ്പം മലയാള സിനിമയിലെ പ്രമുഖരായ താരങ്ങൾ വിനീത്, നരേൻ, ബിനു പപ്പു എന്നിവരും പുതുമുഖ നടി ബിയാന മോമിയും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് മുജീബ് മജീദാണ്. ഈ താരനിരകൾ ഒന്നിക്കുന്ന ചിത്രം മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരു അവിസ്മരണീയമായ ദൃശ്യവിസ്മയം സമ്മാനിക്കുമെന്ന് ഉറപ്പാണ്.